ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് വരുന്നത്. സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് ആദ്യം തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ബീഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സമൂസ ഷീറ്റിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് സമൂസ ഷീറ്റ് നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് 2 സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഹാഫ് കട്ട് ചെയ്തിട്ട് അതിലാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് ഒന്നെടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ഈ അറ്റം മൈദയുടെ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റോൾ ചെയ്തതിൻ്റെ 2 സൈഡിലും കുറച്ചും കൂടി ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ. നല്ല സ്റ്റിക്കായി നിന്നാലേ നമുക്കിത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റോളിൻ്റെ 2 സൈഡും ഇങ്ങനെ മസാല വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ റോളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓരോ റോളും നമുക്ക് 2 സൈഡും ഈ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ അറ്റം മാത്രം കോട്ട് ചെയ്തെടുത്താൽ മതി, മൊത്തത്തിൽ അങ്ങ് മുക്കണ്ട. അപ്പോൾ ഈ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡും ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ മൈദയിൽ ആദ്യം ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇതാ എല്ലാ ബീഫ് റോളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം.
അപ്പോൾ ഇത് നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും സമൂസ ഷീറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഏത് ഫില്ലിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബീഫിൻ്റെ തന്നെ വേണമെന്നില്ല, ചിക്കൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പൊട്ടാറ്റോയുടെ ഫില്ലിങ് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.